ഹൈ ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വന്തം. നമ്മളിപ്പോൾ ഉള്ളത് ഹസനിലാണ്. ഇപ്പോൾ ഇവിടെ അടുത്ത് നമ്മളെ ബേലൂരിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ പറയാനുള്ള അവിടെ പോയിട്ട് കുറച്ച് ചില്ലാക്കണം. അതന്നെ, ആ ഉത്സവത്തിനെ പറ്റി എന്താ പറയാനുള്ള? ഉത്സവത്തിന് വേണ്ടി ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ശരിക്കും പോയിക്കില്ല, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. അമ്പലത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ ഉത്സവം ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. എക്സ്പീരിയൻസ് അതന്നെ നമ്മളിന്ന് അതന്നെ. അപ്പോൾ നമ്മൾ മാത്രമല്ല, കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. കുറച്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കടയിൽ പോയതാണ് സോപ്പ് പിടിക്കാൻ. അപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളങ്ങനെ ബേലൂർ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ അമ്പലമൊക്കെ കാണിച്ചു തരാം. ഇതാണ് അമ്പലം, മറ്റേ ചെന്നകേശവ ടെമ്പിൾ കേട്ടോ. അപ്പോൾ ഇത് ഇനി 2 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അടുത്ത ഓരോരോ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ആക്കിയിട്ട് ഫുള്ള് കളറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് ഇന്ന് മറ്റേ ഇവിടുത്തെ ദൈവത്തിനെ അങ്ങനെ ഒരു തോണിയിൽ കൊണ്ടുപോകും. അതാണ് ഇന്നത്തെ പരിപാടി. ഇനി 2 ദിവസം കൂടി ഇവിടെ ഉത്സവമുള്ളൂ. അപ്പം ഇന്നതാണ് പരിപാടി. ഇതാണ്ടോ കുളം, അതാണ് നമ്മളെ ദൈവത്തിനെ കൊണ്ടുവന്ന സംഭവം. ഞാൻ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം. അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ കുളത്തിലുള്ള പരിപാടി കഴിഞ്ഞ് ഇനി കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. ഓലെ കൂട്ടാൻ വേണ്ടി നമ്മൾ പോവാണ്. നടന്ന് വരുന്നുണ്ട്. എന്ത് അവർക്ക് വഴി തെറ്റിപ്പോയാലോ. ഇതാണ് നമ്മളെ രംഗണ്ണനും ടീംസും. ഇതാണ് നമ്മളെ അമ്പാനി. ഇനി നമുക്ക് ഇവരെ ഒന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കണം അല്ലേ? അതാണ് കേട്ടോ തോണി. തോണിയല്ല, അതിന്റെ പേരെന്താ? ചങ്ങാടം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ. ഇത്രയും യാത്ര ചെയ്ത് വന്നതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറയാനില്ല. ഇവര് ആനേനൊക്കെ കാണാൻ പോയില്ല. ഇവിടെ വേറെ വൈബാണ്. ഇത് വള്ളൂർക്ക വൈബല്ല, ഇത് ബേലൂർ വൈബ്. അത് അതിനിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിന്റെ അകത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. തോണിയും പോട്ടെ, അതിൻ്റെ അകത്ത് നിന്ന് ഇറക്കിയിട്ട് ഇതാ അതാണ് വിഗ്രഹം. വിഗ്രഹം അമ്പലത്തിലേക്കാണ് കൊണ്ടുപോയത്. ഇനി നമുക്ക് അമ്പലത്തിന് അങ്ങോട്ട് പോയേക്കാം. നമ്മളങ്ങനെ അമ്പലത്തിന്റെ മുമ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു തേര് കണ്ടോ? അത് ഞാൻ അതിന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞുതരാം. നടുക്കുള്ളത് മറ്റേ ഈ നമ്മുടെ വിഷ്ണുവിന്റെ ഒക്കെ നെറ്റിയിലുണ്ട്. അതല്ല ശംഖ്. അതല്ല, അത് വെച്ച് നോക്ക്. പൂക്കളും വെച്ചിട്ടാണ് അത് ഒരു സെറ്റ് ചെയ്ത് ആ കന്നഡയിലൊക്കെ എഴുതിയത്. വെറുതെ ആക്കിയല്ല. നമുക്ക് അമ്പലത്തിനുള്ളിലൊന്ന് കയറാം. ചെരുപ്പൊക്കെ കഴിക്കേണ്ടി വരും. നമ്മൾ ചെരുപ്പ് കഴിച്ചാടെ ചെരുപ്പയ്ക്ക് നമ്മൾ പൈസ ഒന്നും കൊടുത്തില്ല. ചുപ്പിച്ചേച്ചി ഇങ്ങനെ അറിയുന്ന ഒരാളുണ്ടായിരുന്നു. നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നല്ല വിശാലമായ സ്ഥലം. എന്ത് വിശാലമായ ക്ഷേത്രം. ഇതുണ്ടോ? നല്ല രസമല്ലേ? നമ്മൾ ഇവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. എന്താ വെച്ചാൽ ഇനി ഇപ്പോഴേ വരുമൊന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പോട്ടാ? പിന്നല്ലാണ്ട്. അത് തന്നെ. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. വലിയ കുളമല്ല, ചെറിയ കുളമാണ്. കാണിച്ചു തരാം. ഇതുണ്ടോ കുളം? വെള്ളം കുറവാണ്. മഴ പെയ്താൽ ചിലപ്പോൾ വെള്ളം കൂടും. നല്ല രസമുണ്ടല്ലേ? മൊത്തത്തിലൊരു നല്ല വൈബ്. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ കല്ലും കൊണ്ട് കൊത്തിയടിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഈ കിണറിൽ ചില്ലറ ഇട്ടിട്ട് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അത് സാധിക്കുമെന്നൊക്കെയാണ് ഇവിടുത്തെ വിശ്വാസം. ഇതിൻ്റെ ആകെ 3 സൈഡ് മാത്രമേ അതുമായിട്ട് ടച്ച് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മളിപ്പോൾ ഒരു നൂലൊക്കെ ഇട്ട് ഇങ്ങനെ ഇതാക്കുവാണെങ്കിൽ അതിന് കറക്റ്റ് അതിൽ കൂടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം എൻ്റെ മൊബൈലിൽ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഇതിലാണ് ഈ സംഭവം നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ആര്? ഇന്ദുകേശവൻ, ചെന്നകേശവൻ. അതന്നെ, വിഷ്ണുവിൻ്റെ അവതാരം. നല്ല രസമുണ്ട് കേട്ടോ ഇതിങ്ങനെ കാണാൻ. ഇതെല്ലാം കുത്തുപണിയാണ് കേട്ടോ. കല്ലും വെച്ചൊക്കെ കുത്തി എടുത്ത സാധനങ്ങളാണ്. കല്ലിൽ കൊത്തിയെടുത്ത സാധനം. ഇതൊക്കെ ഓരോരോ ദൈവങ്ങളൊക്കെയാണ്. അതെ. ഇതുണ്ടോ ഇവിടെയൊക്കെ? പിന്നെ ഡാൻസിന്റെ പല സ്റ്റെപ്പുകൾ താഴെ കണ്ടോ? ഇത് ഡാൻസിന്റെ ഓരോ സ്റ്റെപ്പൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അതെ. ഇത് മൊത്തത്തില് നല്ല രസം കേട്ടോ. ഈ സംഭവം കണ്ടോ? ഇത് നമ്മളെ രാവണനാണ്. രാവണന്റെ മുകളിലുള്ളതാണ് ലങ്ക. അതന്നെ, രാവണൻ പൊക്കുന്ന ആ ഒരു ഇത്
അതിൻ്റെ ഒരു സംഭവമാണ് ഇത്. പിന്നെ ഇതിന് ഇതേപോലത്തെ ഓരോന്നും ഇങ്ങനെ പറയാനുണ്ടാവും. അധികമൊന്നും ഞമ്മക്കറിയില്ല. നമ്മളൊക്കെ ഇത് ചുപ്പിച്ചേച്ചി ഓരോന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതൊക്കെ ഉണ്ടോ, താഴെ കുറേ ആനകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിക്കണം. ഈ സമയത്ത് ഒന്നുകൊണ്ടാണോ അറിയില്ല, ആൾക്കാരൊക്കെ കുറവാണ്. ഇതൊക്കെ ഫുള്ള് കല്ലും കൊണ്ട് സെറ്റാക്കിയ സംഭവമാണ്. ഇതൊക്കെ ഇതിൻ്റെ ബാക്കിയുള്ള ഓരോ ദൈവത്തിൻ്റെയൊക്കെ ഓരോ സംഭവം കേട്ടോ. ഇതൊക്കെ അതിൽ നല്ല രസമുണ്ട് കേട്ടോ, രാത്രിയത്തെ ഒരു വ്യൂ. പിന്നെ ഇവിടെ ഇപ്പോൾ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇതിപ്പോൾ ഈ ലൈറ്റൊക്കെ ഒഴിവാക്കൂലേ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ? ആ അതെ. എത്ര ഭാര്യയുണ്ട് ഈ ദൈവത്തിന്? 2 ഭാര്യയുണ്ട് ഗൈസ്. ഒന്ന് ഇത്, ഒന്ന് അവിടെ. ആ ആ ആ സൗമ്യനായിക്ക് രംഗനായിക്ക് അതെ ഭാര്യമാരുടെ പേര്. ഇത് ദൈവത്തിന്റെ കാല്. ഇതാട്ടോ ദൈവത്തിന്റെ കാൽപാദം. അത് ദൈവത്തിന്റെ ഭാര്യ എവിടെയോ പോയപ്പോ ഇവിടെ നിന്ന് നോക്കിയതാ പോലും. ഓ, ഭാര്യ എവിടെയോ നോക്കിയപ്പോ അല്ല എവിടെയോ പോയപ്പോ എവിടെയോ പോയപ്പോ മറ്റേ ദൈവം ഇവിടെ നിന്ന് നോക്കിയത്. ഇത് ദൈവത്തിന്റെയാ. കൺഫ്യൂഷൻ ആക്കല്ലേ. ഡിസംബറിൽ മാത്രമേ തുറക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്വർഗവാതിൽ എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട്. ഏത് ആ മുകളിലുള്ള ആ പെണ്ണുങ്ങളത് കോൺസെപ്റ്റ് വന്ന് അലമ്പാക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇല്ല കുറെ ഉണ്ട്, പക്ഷെ കുറച്ച് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. എല്ലാം കൂടി കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതന്നെ അലമ്പാക്കുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങാം, താഴോട്ട് ഇറങ്ങാം. എന്നിട്ട് താഴത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചിടാം. അമ്പാനെ ശ്രദ്ധിക്ക്. വൈബാണ്. വരാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ കർണാടക അസനിലേക്ക് വന്നിട്ട് ബേലൂരിലേക്ക് നേരെ വരാം. നല്ലൊരു സൂപ്പർ. വേറെ വഴിയില്ല, വേറെ വഴി. അസനിൽ കയറിയിട്ടല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ദൈവം ഈ ഒരു ദിവസം ഇതിൽ കൂടെ ഇങ്ങനെ പോവുള്ളൂ. അത് ഈ ഉത്സവത്തിന് തേര് കൊണ്ടുവന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അവിടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടിയാണ് പോവുക. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ദൈവത്തിന്റെ ഒരു ഇത്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാണ്. ഞാൻ വരെ തേര് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല തേരാണ്. നമ്മളെ ബാഹുബലി സിനിമയിലൊക്കെ ഉള്ള അതിൻ്റെയൊക്കെ ഒരു സംഭവമാണ്. ഈ വാതിലൊക്കെ ഉണ്ടോ, നല്ല പഴക്കമുള്ള ഒരു സംഭവമാണ്. മരത്തിനെ കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അതന്നെ മരത്തിന്റെ PVC പൈപ്പല്ല ഈ വാതില്. ഇത് കയറൊക്കെ വെച്ച് കിട്ടിയ സാധനം. ഇത് മറ്റേ സാധനം കാണിച്ചാൽ കേട്ടോ, നമ്മളാ തേര്. ഇതാണ്ടോ തേര്. ഇത് തന്നെ ഉണ്ടോ, നല്ല സിമെൻ്റൊക്കെ വെച്ച് സെറ്റാക്കണം. നല്ല ഇതുണ്ടായിരിക്കും. ഇത് വലിയ വലിച്ചു കൊണ്ടുവന്ന സംഭവം തോന്നുന്നു. അങ്ങനെ ആയിരിക്കണം. ഇതൊക്കെ കണ്ടോ, ഇത് ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ കേട്ടോ. ഫുള്ള് പഴങ്ങളൊക്കെ കണ്ടോ. നല്ല ഇതുണ്ടാവൂലേ, വെയിറ്റ് എല്ലാം കൂടി അല്ല മൊത്തത്തിൽ ഒരു ഇത് വലിച്ചുകൊണ്ടുവന്ന സാധനല്ലേ. ഈ അമ്പലം ചുറ്റും ഇങ്ങനെ ചുറ്റി വരും. ഇതിൽ അടിപൊളിയുണ്ട് കേട്ടോ. നമ്മളെ ബാഹുബലി സിനിമയിൽ, മറ്റേ ബാഹുബലി 2 നമ്മളെ ഏത് മരത്തിൻ്റെ ഓക്കെ. ഓ അതവിടെ കുറേ ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഇവർ ഇത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവിടെ കൊടുക്കണം. ഇവിടെ ഫുള്ള് പഴം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ബാഹുബലി സിനിമയിൽ നമ്മളെ ബാഹുബലി അമരേന്ദ്ര വെച്ചാൽ ആരേനും മഹേന്ദ്രൻ അമരേന്ദ്രൻ്റെ ആരാണ് ഇങ്ങനെ വലിച്ചുകൊണ്ടത്. അതിറ്റത്തൊക്കെ ഒരു ഇതൊക്കെ പോലെ തന്നെ. ഈ അമ്പലത്തിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതന്നെ അറിയാത്തതുകൊണ്ട് അല്ലാണ്ട് അല്ല. അത് മാത്രമല്ല, ഇത് പറയാനാണെങ്കിൽ എത്ര പറയാനുണ്ട്. ഓരോ എന്ത് കൊത്തിനും ഓരോന്ന് പറയാനുണ്ട് അല്ലേ. പഠിച്ചു പറയാനെനിക്ക് ഇപ്പൊ ഒന്നും നടക്കൂല. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം, കാണിച്ചു തരാം. നമ്മളിങ്ങോട്ട് വരുമ്പോൾ സൈഡിലൊക്കെ ആയിട്ട് കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം പോയി. സമയം കുറേ ആയിട്ടുണ്ട്, 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ 10 മണിയത്തേക്ക് എടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ വിശക്കുന്നുണ്ട്. നല്ല വിശപ്പുണ്ട്. മേമ വീട്ടിൽ നല്ല മട്ടൻ്റെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിടിയും കൂടെ പിടിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ പോകണ്ടോ. ഇനിയിപ്പോൾ കൂടുതൽ പറയാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ.